സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പ്രിയ കുടുംബാംഗങ്ങളെ, ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിലെ 15-ാമത്തെ ശ്ലോകമാണ് നമുക്കിന്ന് മനനം ചെയ്യേണ്ടത്. കഴിഞ്ഞ മനനം ചെയ്തതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗമാണ് ഇന്ന് നമുക്ക് മനനം ചെയ്യേണ്ടത് എന്നർത്ഥം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളോട് പറഞ്ഞെന്താണ്? സുഖദുഃഖങ്ങളെ അതിജീവിക്കാൻ കഴിയണം എന്നുള്ളതാണ്. ഒരു സുഖവും സ്ഥായിയായിട്ടുള്ളതല്ല. ഈ സുഖത്തിൽ നമ്മൾ രമിച്ച് നിന്ന് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അതിലേക്ക് ലയിച്ച് കഴിഞ്ഞാൽ പിന്നീട് ദുഃഖം വരുമ്പോൾ നമുക്ക് താങ്ങാൻ പറ്റില്ല. ദുഃഖത്തിൽ തന്നെ നമ്മൾ ലയിച്ച് നിന്ന് ഇതായി അടിപ്പെട്ട് പോയി കഴിഞ്ഞാൽ അത് മരണത്തിലേക്ക് എത്തിച്ചേരും. അപ്പോൾ ദുഃഖത്തിനെയും സുഖത്തിനെയും അതിജീവിക്കാൻ നമുക്ക് കഴിയണം. അത് നമുക്ക് സഹിച്ചേ പറ്റും. നമ്മുടെ ജീവിതത്തിൽ ദുഃഖവും സുഖവും ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടേയിരിക്കും. അതിനെ നമ്മൾക്ക് അതിജീവിക്കാൻ കഴിയണമെന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞതെങ്കിൽ ഈ ശ്ലോകത്തിൽ എന്താണ് പറയുന്നതും കൂടി നമുക്ക് നോക്കാം. ആ ഭാഗം വളരെ ഭംഗിയായിട്ട് നമ്മുടെ രാധിക മോള് ചൊല്ലിയിട്ടുണ്ട്. അതെന്താണെന്ന് കേൾക്കാം. ഓ ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 2 ശ്ലോകം 15. യം ഹി നഃ വ്യഥയന്ത്യേതേ പുരുഷം പുരുഷർഷഭ സുഖദുഃഖസമം ധീരം സോമൃതത്വായ കൽപ്പത്തെ. യം ഹി നഃ വ്യഥയന്ത്യേതേ പുരുഷം പുരുഷർഷഭ സുഖദുഃഖസമം ധീരം സോമൃതത്വായ കൽപ്പത്തെ. യം ഹി ന വ്യഥയന്ത്യേതേ പുരുഷം പുരുഷർഷഭ സുഖദുഃഖസമം ധീരം സോമൃതത്വായ കൽപ്പത്തെ. കേട്ടല്ലോ, എന്തൊരു രസമാണല്ലേ! എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ മോള് ചൊല്ലുന്നത് നോക്കൂ. ഇതുപോലെ നമ്മൾ ഓരോ ആൾക്കാരും ചൊല്ലുവാൻ വേണ്ടി ശ്രമിക്കുക. ഏതായാലും ഈ ഒരു ഭാഗത്തിൻ്റെ അന്വയ അർത്ഥം അതെന്താണെന്ന് നമുക്ക് നോക്കാം. നോക്കൂ, പുരുഷർഷഭ, അല്ലയോ പുരുഷശ്രേഷ്ഠ എന്നാണ് പറയുന്നത്. യം എന്ന് വെച്ചാൽ ഏതൊരുവനെ അല്ലെങ്കിൽ യാതൊരുവനെ, സമദുഃഖ സുഖം സുഖദുഃഖങ്ങളെ സമമായി കരുതുന്നവനെ, ധീരം ധീരം എന്ന് വെച്ചാൽ ധീരനെ, പുരുഷം എന്ന് വെച്ചാൽ പുരുഷനെ, ഏതേ എന്ന് വെച്ചാൽ ഇവ, ന വ്യഥയന്തി വ്യസനിപ്പിക്കുന്നില്ല, സ ഹി നിശ്ചയമായും അയാൾ, അമൃതത്വായ എന്ന് വെച്ചാൽ അമൃതത്വത്തിനായി കൊണ്ട്, കൽപ്പതേ കൽപ്പിക്കപ്പെടുന്നു, യോഗ്യനാക്കുന്നു എന്നർത്ഥം. ഇതിൻ്റെ ഒറ്റ നോട്ടത്തിലുള്ള അർത്ഥം കൂടി കേട്ട് കഴിയുമ്പോൾ നമുക്ക് കുറേ കാര്യം കൂടി മനസ്സിലാക്കാൻ പറ്റും. അല്ലയോ പുരുഷശ്രേഷ്ഠ, സുഖദുഃഖങ്ങളെ സമമായി കരുതുന്നവനും ധീരനുമായ ഏതൊരു പുരുഷനെയാണോ ഇവ വ്യസനിപ്പിക്കാത്തത്, അയാൾ നിശ്ചയമായും മോക്ഷത്തിന് യോഗ്യനാകുന്നു എന്നാണ് പറയുന്നത്. എന്താണ് ഇതിൻ്റെ അകത്തളങ്ങളിലേക്ക് കയറി നോക്കാം. ആധികാരികമായിട്ട് തത്വമുണ്ടല്ലോ, അത് നമ്മൾ മനസ്സിലാക്കണം. വെറുതെ ഭഗവത്ഗീത വായിച്ചു പോയതുകൊണ്ടൊന്നും കാര്യമില്ല. നമുക്ക് സ്വതവേ ഒരു ഭഗവത്ഗീത വാങ്ങിച്ചു, നമ്മൾ അതിൻ്റെ അർത്ഥവും ഇതൊക്കെ വായിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ സാധാരണക്കാരായ നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്ക് ഇത് മനസ്സിലാക്കണമെന്നില്ല. അപ്പോഴെന്ത് വേണം? അതിന് വേണ്ടിയിട്ട് അതിൻ്റെ അകത്തളങ്ങളിലേക്ക് കയറി നോക്കിയേ പറ്റൂ. നോക്കാം എന്താണെന്ന്. ഇവിടെ പറയുന്നത് പുരുഷശ്രേഷ്ഠ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്ത്രീകൾ വിചാരിക്കും, അയ്യോ ഇത് പുരുഷന്മാർക്കുള്ളതാണ്, ഞങ്ങൾക്കുള്ളതല്ല എന്ന് പറഞ്ഞാൽ അത് തെറ്റ്. ഇവിടെ മുന്നിലിരിക്കുന്നത് ആരാ? അർജുനനാണ്. സംസാരിക്കുന്നത് ആരാ? കൃഷ്ണനാണ്.
അപ്പോൾ മുന്നിലുള്ള ആളെയാണ് വിളിക്കുന്നത്. ഇവിടെ പുരുഷൻ എന്ന് പറയുന്നത് സ്ത്രീയെന്നോ പുരുഷനെന്നോ ഉള്ള ഭാവത്തിലല്ല, ബഹുമാനപൂർവ്വം വിളിക്കുന്നത്. കാരണം പുരുഷൻ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ എന്നൊരു അർത്ഥം കൂടിയുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഈശ്വരീയ ഭാവത്തെ ഉണർത്തുന്നതിന് വേണ്ടിയാണ് അത്തരത്തിൽ തന്നെ ഭഗവാൻ അഭിസംബോധന ചെയ്യുന്നത്. നിങ്ങളെല്ലാവരിലും, സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ കുട്ടികളാവട്ടെ മുതിർന്നവരാവട്ടെ, എല്ലാവരിലും എന്തുണ്ട്? ഈശ്വരാംശമുണ്ട്. അതിനെ ഉണർത്തുന്നതിന് വേണ്ടിയാണ്. പുരുഷൻ എന്ന് പറഞ്ഞാൽ കാലപുരുഷൻ എന്നൊക്കെ പറയുന്നില്ലേ, എന്താ? സാക്ഷാൽ ഭഗവാന്റെ നാമം തന്നെയാണ്. അപ്പോൾ അങ്ങനെ വിളിക്കുമ്പോഴാണെങ്കിൽ അവരുടെ ഉള്ളിലുള്ള ആ ദൈവാംശത്തെ ഉയർത്തി അവർക്ക് നല്ല ചിന്ത, സദ്ഗതി ചിന്തയുണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നോക്കിക്കൊണ്ടാണ് പറയുന്നത്, അല്ലയോ പുരുഷശ്രേഷ്ഠ, സുഖദുഃഖങ്ങളെ സമമായി കരുതുന്നവൻ എന്നാണ് പറയുന്നത്. സുഖദുഃഖങ്ങളെ എങ്ങനെ സമമായിട്ട് കാണാൻ പറ്റുക? സുഖത്തിനെയും നമ്മൾ കാണുന്നു, ദുഃഖത്തെയും കാണുന്നു. അവിടെയാണ് ചിന്തിക്കേണ്ടത്. ഇപ്പം സുഖം വന്നു കഴിഞ്ഞാൽ ഈ സുഖം അധിക നേരം ഉണ്ടാകില്ല, ഞാൻ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ. അതുകൊണ്ട് ഇതിലേക്ക് നമ്മൾ രമിച്ചു നിന്നുകൂടാ. കാരണം എന്താ? നമുക്കിപ്പോൾ ഒരു ലോട്ടറി അടിച്ചു, സാധാരണ ഉള്ളതുപോലെ തന്നെ അതിൽ വേറെ അധികമായിട്ട് ആഹ്ലാദിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം എന്താ? നാളെ വലിയൊരു ദുഃഖം വരുമ്പോൾ ഈ പണം മുഴുവൻ അങ്ങോട്ട് പോകും എന്നൊരു ചിന്ത വന്നിരിക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളുള്ളതാണ്. അപ്പോൾ നാളെ പെട്ടെന്നാണ് ഒരു അസുഖം, ഒരു ക്യാൻസർ വന്നിരിക്കട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വലിയ മാരകമായൊരു അസുഖം വന്നിരിക്കട്ടെ, ഈ പണം മുഴുവൻ അവിടത്തേക്ക് പോകും. പിന്നെ ഞാൻ ഇതിൽ ആഹ്ലാദിച്ചിട്ട് എന്താ കാര്യം? അങ്ങനെ ഒരു ചിന്ത നമ്മൾക്കുണ്ടെന്നിരിക്കട്ടെ. അങ്ങനെ വന്നു. അപ്പോൾ വലിയ ഒരു സുഖം വന്നപ്പോൾ നമ്മൾ ആ സുഖത്തിൽ ഇങ്ങനെ ആഹ്ലാദിക്കുന്നില്ല. കാരണം ആഹ്ലാദിക്കാൻ പറ്റുന്നൊരവസ്ഥയല്ല. ഇനി വേറൊരു കാര്യമുണ്ട്. ഇപ്പം നമുക്കറിയാം നിരവധി അപകടങ്ങളൊക്കെ സംഭവിക്കുന്നത് പല സ്ഥലങ്ങളിൽ. ഇപ്പം ഗൾഫിൽ കുവൈത്തിലും വലിയൊരു അപകടമുണ്ടായി, ഒരുപാട് ആൾക്കാർ മരിച്ചു. അപ്പം ചുരുങ്ങിയത് ഒരാൾക്ക് 20-25 ലക്ഷം രൂപയോളം അവർക്ക് കിട്ടും. പക്ഷെ അവരുടെ കുടുംബങ്ങൾക്ക് അതൊരു സന്തോഷമാണോ? ആ അപകടത്തിൽപ്പെട്ട് മരിച്ചിട്ടില്ല, 20 ലക്ഷം രൂപ മാത്രം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് വലിയ സന്തോഷമായിരിക്കും. അവർക്ക് ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് അവർക്കൊരു സന്തോഷമായിട്ട് 20 ലക്ഷം രൂപ കൊടുത്തുന്നിരിക്കട്ടെ, വലിയ സന്തോഷമല്ലേ? പക്ഷെ അവർ മരണപ്പെട്ടിട്ട് അവരുടെ പേരിൽ പണം കിട്ടിയിട്ട് എന്താ കാര്യമുള്ളത്? മകൻ പോയിട്ട് അമ്മയ്ക്ക് പണം കിട്ടിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ആ അമ്മയ്ക്ക് അത് സന്തോഷമാവുമോ? സന്തോഷമാവില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതാ, ഓരോ സുഖമുണ്ടെങ്കിലും ഇത് താൽക്കാലികം മാത്രമാണ്, ഇത് കൊണ്ട് എനിക്ക് ഒരു ഗുണവുമില്ല, താൽക്കാലികമായിട്ട് തൽപ്പം ഒരാശ്വാസം എന്ന് മാത്രം ചിന്തിക്കുന്നിരിക്കട്ടെ. ഏത് സുഖത്തിലും ഇത് ഒരു സുഖം മാത്രമല്ല, എല്ലാ സുഖങ്ങളെയും. ഇപ്പം നമ്മൾ ചിന്തിക്കും, നല്ലൊരു കല്യാണം കഴിച്ചപ്പോൾ നല്ല ഭർത്താവ്, ഇഷ്ടപ്പെട്ട ഭർത്താവിനെ കിട്ടി, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഭാര്യയെ കിട്ടി. ഏതെങ്കിലും ഒരാൾ ഏത് നിമിഷവും പോകും, നഷ്ടപ്പെട്ടു പോകും എന്നൊരു ചിന്ത അവനുണ്ടെങ്കിൽ അവനതിൽ ആഹ്ലാദിക്കാൻ പറ്റുമോ? അവനതിൽ അമിതമായി ആഹ്ലാദിക്കാൻ പറ്റില്ല. അവൻ കിട്ടി, ഇനി ഏത് നിമിഷവും പോകും. മക്കളാണെന്നിരിക്കട്ടെ, ആശിച്ച് മോഹിച്ചിട്ട് പല വഴിപാടും നടത്തിയിട്ട് ഒരു കുട്ടിയെ കിട്ടിയെങ്കിലും ആ ഒരു നമ്മൾ ആഹ്ലാദിച്ചിട്ട് കാര്യമില്ല. കാരണം എന്താ? ഇതും ഏത് നിമിഷവും വിട്ടുപോകും, അല്ലെങ്കിൽ ഞാൻ ഈ കുട്ടിയെ വിട്ടുപോകേണ്ടതായിട്ട് വരും. ആരും ഇവിടെ സ്ഥായിയായിട്ടല്ല ഉള്ളത്. ജനിക്കുമ്പോൾ നമ്മൾ ഒറ്റക്ക് വന്നു, ഇവിടുന്ന് തിരിച്ചു പോകുമ്പോഴും നമ്മൾ ഒറ്റക്കാണ് പോകേണ്ടത്. അപ്പോൾ നമ്മളൊന്നും സ്ഥായിയായിട്ടുള്ളതല്ല. അപ്പോൾ ഒരു കുട്ടികളുടെ കാര്യത്തിലായാലും സമ്പത്തിൻ്റെ കാര്യത്തിലായാലും മറ്റേത് കാര്യത്തിലായാലും ഒന്നും ശാശ്വതമായി നിൽക്കില്ല. അത് ഭാര്യയാവട്ടെ ഭർത്താവട്ടെ എല്ലാം. ഒരു വീട് ആറ്റുനോറ്റിതാ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് TV കാണാൻ പറ്റി. അത് ഗംഭീരമായിട്ടൊരു വീടെടുത്തു. വീട് മോശമല്ല, അവർ ലോൺ എടുത്തിട്ടും മറ്റു പല സ്ഥലത്തും കടം മേടിച്ചിട്ടും ഒക്കെ എടുത്തൊരു വീടാണ്. അപ്പം വീടെടുത്തു, കണ്ണൂർ ജില്ലയിലാണ് സംഭവം. അപ്പോഴെന്തായി, ഈ വീടെടുത്തിട്ട് അവിടെ അതിൻ്റെ അരികിലൂടെ പെട്ടെന്ന് വീടെടുത്ത് പണി പൂർത്തിയാകുന്ന ഘട്ടത്തിലാണ് ഹൈവേ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് വീതി കൂട്ടാൻ വേണ്ടിയിട്ട് ഇവരുടെ സ്ഥലം കുറേ അവരെടുത്തു. അപ്പോൾ ഈ ഭൂനിരപ്പിൽ നിന്ന് വെച്ചാൽ റോഡിൻ്റെ നിരപ്പിൽ നിന്നും ഏകദേശം 20 മീറ്റർ ഉയരത്തിലാണ് ഇവരുടെ വീട് വരുന്നത്. അപ്പോൾ ആ ഭാഗത്ത് നിന്ന് മണ്ണ് ഇടിയാതിരിക്കാൻ വേണ്ടി അവർ കോൺക്രീറ്റ് വെച്ചിട്ട് പല കാര്യങ്ങളും ചെയ്തു. പക്ഷേ ശക്തമായ മഴയത്ത് ആ ഭാഗം ഇടിയുക മാത്രമല്ല, ആ വീടടക്കം ഇടിഞ്ഞ് തകർന്ന് തരിപ്പണമായി. നല്ലൊരു വീട് എന്ന് വെച്ചാൽ അധികമായിട്ട് ആഹ്ലാദിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഏത് വീടായാലും, ഏത് സമ്പത്തായാലും, ഏത് വ്യക്തിയായാലും, ഏത് സുഖമായാലും അതൊക്കെ താൽക്കാലികം മാത്രമാണ് എന്ന ഒരു ചിന്ത നമുക്കുണ്ടെന്നിരിക്കട്ടെ. അങ്ങനെ ഒരു ചിന്ത നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സുഖത്തിലൊന്നും ഒരു താല്പര്യം ഉണ്ടാവില്ല. ആ സുഖത്തിന് നമുക്കൊരു പ്രത്യേക ഒരു ഗുണമായി തോന്നില്ല. കാരണം ഇതിപ്പം അല്പനേരത്തേക്ക് മാത്രമുള്ളതാണ്. ഒരു നടന്നു പോകുന്ന ആൾക്കാർ പെട്ടെന്ന് ഒരു ദാഹം തോന്നിയിട്ട് ഒരു സ്ഥലത്ത് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം വാങ്ങി കുടിക്കുന്നു. ആ വെള്ളം കുടിക്കുമ്പോൾ തൽക്കാലം ഒരു ആശ്വാസം ഉണ്ടാകും. കുറച്ച് ദൂരത്തും വീണ്ടും ദാഹം വരും.
ഇതുപോലെയാണ് സുഖം എന്ന് ചിന്ത നമുക്കുണ്ടാവണം. അല്പം ആശ്വാസം അല്പനേരത്തേക്ക് എന്നുള്ള ചിന്ത നമുക്ക് എപ്പോഴാണ് ഉണ്ടാകുന്നത്, അപ്പോൾ നമ്മൾ ആ സുഖത്തിനെ അതിജീവിക്കുവാനുള്ള വ്യക്തിത്വത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. എന്നാൽ അതുപോലെ നമ്മൾ എന്ത് വേണം? ദുഃഖങ്ങളെയും അതിജീവിക്കുവാൻ നമുക്ക് കഴിയണം. ദുഃഖങ്ങളുണ്ട്. ഓരോ ദുഃഖങ്ങൾ വരുമ്പോഴും നമ്മൾ വാവിട്ട് നിലവിളിക്കുന്നുണ്ട്. മനസ്സിന് താങ്ങാൻ പറ്റാത്ത വിധത്തിൽ പല ആൾക്കാരും ആത്മഹത്യയുടെ പുറകിലേക്ക് പോകുന്നുണ്ട്. ദുഃഖം സഹിക്കാൻ പറ്റാതെ, വിഷമം സഹിക്കാൻ പറ്റാതെ, ആറ്റുനോറ്റുണ്ടായ തൻ്റെ മകള് മറ്റൊരു അന്യപുരുഷൻ്റെ അപ്പുറം ഒളിച്ചോടിപ്പോയി നിൽക്കട്ടെ, അമ്മയ്ക്ക് താങ്ങാൻ പറ്റുന്നൊരു നിലത്ത് വീണ് കിടന്നുരുണ്ട് കരയുന്ന ആ കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ആ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടപ്പെടാത്ത ഒരു ചെറുപ്പക്കാരൻ്റെ കൂട്ടത്തിൽ പോയതിൻ്റെ പേരിൽ നമ്മൾ ആലോചിച്ച് നോക്കണം. ഇത്തരത്തിൽ നമ്മൾ ചെയ്യുന്ന അവസരത്തിൽ നമ്മൾ ആ ദുഃഖത്തിൻ്റെ പുറകിലെ പോകുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഇത് മകള് ജനിച്ചു, കുറച്ചു കാലം നമ്മളെപ്പോഴും ഉണ്ടാവും, ഏതവസരത്തിലും നമ്മളെ വിട്ടു പോകും. നമ്മുടെ ഇഷ്ടത്തിന്, നമ്മുടെ സന്തോഷത്തിന് വേണ്ടി മാത്രം ആണ് നമ്മൾ അവരെ തടയുന്നത്, നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ നമുക്ക് എപ്പോഴും ദുഃഖമുണ്ടാകേണ്ടതാണ്. കുന്തിദേവിയോട് മഹാഭാരത യുദ്ധം കഴിഞ്ഞപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ ചോദിച്ചത്, അച്ചമ്പങ്ങൾക്ക് എന്ത് വരമാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, എൻ്റെ കണ്ണാ, എനിക്ക് വേണ്ടത് എപ്പോഴും ദുഃഖം മാത്രം തരിക എന്ന് പറഞ്ഞു. അതെന്തേ അങ്ങനെ ചോദിക്കുന്നത്? ദുഃഖത്തിന് വേണ്ടി ചോദിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ കുന്തിദേവി പറഞ്ഞെന്താ അറിയോ? സുഖമുണ്ടാകുമ്പോൾ ഞാൻ കണ്ണനെക്കുറിച്ച് ഓർക്കില്ലല്ലോ, ദുഃഖമുണ്ടാകുമ്പോഴല്ലേ ഞാൻ എപ്പോഴും കണ്ണനെക്കുറിച്ച് ചിന്തിക്കുക എന്നാണ് പറഞ്ഞത്. കാരണം അവിടെ ദുഃഖത്തിനെ സ്നേഹിക്കുകയാണ് കുന്തിദേവി. നമ്മൾ അങ്ങനെയല്ല. നമ്മൾ ദുഃഖമുണ്ടാകുന്ന സമയത്ത് നമ്മൾ വാവിട്ട് നിലവിളിച്ച് അതിൽ സ്വയം മറന്നു പോകുന്നു. അവിടെ നമ്മൾ ദൈവത്തിനെ വിളിക്കും ചില അവസരങ്ങളിൽ. പക്ഷേ ഇവിടെ ചിന്തിക്കുന്നത് ആ ദുഃഖവും ശാശ്വതമല്ല. ഒരു ദുഃഖവും ശാശ്വതമല്ല. ഏത് ദുഃഖമുണ്ടായിക്കഴിഞ്ഞാലും നോക്കൂ, നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു, നമ്മളൊന്ന് ചിന്തിക്കേണ്ടത്, ഈ വ്യക്തി മരിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ സമയമായി, അദ്ദേഹം പോയി, അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പോകാൻ പറ്റില്ല, വിചാരിച്ചാലും പറ്റില്ല. ഒരാൾ എൻ്റെ ഭാര്യ മരിച്ചാണ്, ഞാൻ ഭാര്യയുടെ ഒന്നിച്ചിനെ പോകാമെന്ന് തീരുമാനിച്ചിട്ട് ഒരാൾ തൂങ്ങി മരിക്കാൻ വേണ്ടി നോക്കി, കയറ് പൊട്ടി താഴെ വീണു. അയാൾക്ക് സമയമായിട്ടില്ല. മാത്രമല്ല പിന്നെ അയാൾ വൈകല്യമുള്ള ഈ കഴുത്തോടെ മുറിയതിന് ശേഷം ആ ഞരമ്പിന് എന്തോ പറ്റിയ ശേഷം പിന്നെ അയാൾക്ക് കഴുത്ത് തിരിക്കാൻ പറ്റുന്ന ഒരു മാനസിക രോഗിയെ പോലെ ഇപ്പം നടക്കുകയാണ് ചെയ്യുന്നത്. അയാളായിട്ട് സ്ഥിരം ദുഃഖത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ ആ ദുഃഖത്തിൽ ഒരാൾ മരിച്ചു പോയല്ലോ എന്നതിൻ്റെ പേരിൽ ദുഃഖിച്ചിട്ട് എന്താ കാര്യം? നമ്മൾ ചിന്തിക്കേണ്ടത്, ഇന്നല്ലെങ്കിൽ നാളെ ഇവർ മരിക്കും, ഇല്ലെങ്കിൽ ഞാൻ മരിക്കും. ഇനി ഇതൊന്നുമല്ല, ആ സമയത്ത് മരിച്ചു കിടക്കുന്ന ബോഡിക്കരികിൽ ഇരുന്നിട്ട് നമ്മൾ കരയുകയും നിലവിളിക്കുകയും കെട്ടിപ്പിടിക്കുകയും ശാഠ്യം പിടിക്കുകയും ഒക്കെ നമ്മൾ ചെയ്യുന്നില്ലേ? ഒരു കൊല്ലം കഴിയുമ്പോൾ ഈ ഭർത്താവ് വേറെ കല്യാണം കഴിക്കും, അല്ലെങ്കിൽ ഈ ഭാര്യ വേറൊരാളപ്പുറം പോകേണ്ടി വരും ചിലപ്പോൾ. അതൊക്കെ മറന്നു, ഒരല്ലെങ്കിൽ 2 കൊല്ലം തീർന്നു. ഇതിനാണ് ആ കടം കിടന്നിട്ട് കരയുകയും നിലവിളിക്കുകയും ഒക്കെ ചെയ്ത്. എന്താ കാര്യം? ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ദുഃഖവും ശാശ്വതമല്ല. ഇവിടെയുള്ള പ്രകൃതിയിലുള്ള എന്തെങ്കിലും വസ്തു നമ്മുടെ സ്വന്തമായിട്ടുണ്ടോ? ഒന്നും നമുക്ക് സ്വന്തമായിട്ടില്ല. നമ്മൾ വരുമ്പോൾ കയ്യിലൊന്നുമില്ലാതെയാണ് നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നത്. തിരിച്ചു പോകുമ്പോഴോ കയ്യിലൊന്നും ഉണ്ടാകില്ല, കൂട്ടത്തിലും ആരും ഉണ്ടാകില്ല. നമ്മൾ ഒറ്റയ്ക്ക് തന്നെ തിരിച്ചു പോകേണ്ടതായിട്ടും വരും. അപ്പോഴാണ് നമ്മളെ സ്വത്ത് നഷ്ടപ്പെട്ടതിനെ പറ്റി നമ്മൾ നിലവിളിച്ച് കരയുന്നത്, പണം നഷ്ടപ്പെട്ടതിനെ കുറിച്ച് നിലവിളിച്ച് കരയുന്നത്, കൂടപ്പിറപ്പ് പോയപ്പോൾ നിലവിളിച്ച് കരയുന്നത്. ഇനി നമുക്ക് മാനസികമായിട്ട് നമ്മുടെ ഇപ്പോൾ ഒരു വീടിന് ജപ്തി വരികയാണ്, നമ്മൾ ദുഃഖിച്ചിരുന്നിട്ട് എന്തും കാര്യമുണ്ടോ? ജപ്തി വരുന്നു, കാരണം അത് വിധിയാണെങ്കിൽ അത് നടപ്പിലാക്കണം. കാരണം ഈ ജപ്തിയിലെ സാധനങ്ങളൊന്നും ഞങ്ങൾ വരുമ്പോൾ കൊണ്ടുവന്നതല്ല, ഇത് ചിലപ്പോൾ കൊണ്ടുപോകും. ചിലപ്പോൾ അതിനെ അതിജീവിക്കാൻ വേണ്ടി നമുക്ക് ഭഗവാനോട് പറയാം, ഭഗവാൻ ഇതിനെ എങ്ങനെയെങ്കിലും ഒന്ന് അതിജീവിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള വിധത്തിൽ ഭഗവാനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ചിലപ്പോൾ അത് മാറ്റിത്തരികയും ചെയ്യും. ശക്തമായ രീതിയിൽ ഭഗവാനിൽ നമ്മൾ വിശ്വാസം അർപ്പിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് രക്ഷകനായിട്ട് ഭഗവാൻ വരും, ഉറപ്പാണ്. പക്ഷേ ഇവിടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? വലിയ വിശ്വാസമൊന്നുമല്ല നമുക്ക്. നമ്മളിതൊക്കെ പ്രവചിക്കും, നമ്മളൊക്കെ പറയും ഒക്കെ ചെയ്യും, പക്ഷേ വിശ്വാസം എത്രത്തോളം ഉണ്ട്? വളരെ കുറവാണ്. ക്ഷേത്രങ്ങളിൽ നിരവധി പ്രഭാഷണം നടത്തുന്ന ഒരു വ്യക്തിയുണ്ട്. ഇദ്ദേഹം ഭഗവാന്റെ ലീലകളെക്കുറിച്ചും ഭഗവാന്റെ രൂപവർണ്ണങ്ങളെക്കുറിച്ചും ഇങ്ങനെ പ്രഭാഷണം ചെയ്തുകൊണ്ടിരിക്കുക ഉത്സവപ്പറമ്പിൽ. അദ്ദേഹം പറയാണ്, നോക്കൂ, ആ കണ്ണൻ്റെ, ആ ഉണ്ണിക്കണ്ണൻ്റെ ആ മനോഹരമായ രൂപം ഒന്ന് പറയേണ്ടത്, അത് കാണേണ്ടത് തന്നെയാണ്. ആ മഞ്ഞ ചേലയുടുത്തിട്ടുള്ള ഭഗവാന്റെ നടപ്പ് ഒന്ന് കാണേണ്ടത് തന്നെയാണ്.
ആ പീലി തിരുമുടിയുണ്ടല്ലോ, ആ തിരുമുടിയിൽ ആ പീലി മയിൽപ്പീലി വെച്ചിട്ട് ആ കുടുങ്ങിയുള്ള ആ നടത്തവും ഓട്ടവും ആ പിഞ്ചു കാലിൽ വെച്ചുള്ള നടത്തമൊക്കെ ഒന്ന് കാണേണ്ടതാണ്. ആ പിഞ്ചു കാലിലുള്ള ആ കാൽത്തള, സ്വർണത്തിൻ്റെ കാൽത്തളയിൽ ഇങ്ങനെ ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അറിയാതൊരു ഭക്തി, ആ ഭഗവാൻ ആ ഉണ്ണിയെ വാരി എടുക്കാൻ തോന്നിപ്പോകും. അരയിലാണെങ്കിലോ പൊന്നിൻ്റെ അരഞ്ഞാണം, സ്വർണത്തിൻ്റെ ആ അരഞ്ഞാണത്തിൻ്റെ ആ കിലുകിലുക്കം എത്ര ദൂരത്ത് നിന്നാലും നമുക്ക് കേൾക്കാൻ പറ്റും. കയ്യിലാണെങ്കിലോ സ്വർണത്തിൻ്റെ പുല്ലാങ്കുഴലാണുള്ളത്. മാലയാണെങ്കിലോ ആ സ്വർണത്തിൻ്റെ ആ കഴുത്തിലുള്ള ആ മാലയുണ്ടല്ലോ, എന്തൊരു മനോഹാരിതയാണുള്ളത്. ഇങ്ങനെ വർണ്ണിക്കുകയാണ് ആ ഉണ്ണിക്കണ്ണനെ കുറിച്ച്. അങ്ങനെ വർണ്ണിക്കുന്ന അവസരത്തിലാണ് ഈ ഒരു കള്ളൻ ഇത് കേൾക്കുന്നത്. ഭഗവാനെ, ഇതാരാണ് ഇങ്ങനെ ഒരാൾ? ആടുങ്ങൾ പ്രസംഗിക്കുകയാണ്, കണ്ണൻ 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 എന്ന് പറയുന്നത്. ഇത് ആരാണ്? ആ കുട്ടിയെ പൊക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഇന്നത്തെ വകയായി. കാരണം എന്താണ്? സ്വർണത്തിൻ്റെ കാൽത്തളയുണ്ട്, സ്വർണത്തിൻ്റെ വളയുണ്ട്, സ്വർണത്തിൻ്റെ അരഞ്ഞാണമുണ്ട്, സ്വർണത്തിൻ്റെ മാലയുണ്ട്, സ്വർണത്തിൻ്റെ പുല്ലാങ്കുഴലുണ്ട്. ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞ് കുറച്ചു കാലത്തേക്ക് സുലഭമായിട്ട് ജീവിക്കാനുള്ള വകയായി. അതുകൊണ്ട് ആ കുട്ടിയെ ഏത് വിധേനയും പൊക്കണമെന്നുള്ള ചിന്തയോടുകൂടി അയാൾ അവസരം പാർത്തിരുന്നു. ഇയാൾ പ്രഭാഷണം ചെയ്ത് ഇറങ്ങിയിട്ട് വേണം ഇയാളോട് ആദ്യം ചോദിക്കാൻ ആ കുട്ടി എവിടെയില്ലേന്ന്. അപ്പോൾ പ്രഭാഷകൻ ഇങ്ങനെ അവിടെ ഇങ്ങനെ പ്രഭാഷണ വേദിയിൽ നിന്ന് ഉണ്ണിക്കണ്ണനെ കുറിച്ച് ഇങ്ങനെ വർണ്ണിക്കുക. അപ്പോൾ അതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഇയാൾ പ്രഭാഷണം കഴിഞ്ഞ് അവിടെ ദക്ഷിണയും വാങ്ങി പോകുന്ന വഴിയിൽ മറഞ്ഞിരുന്നു. കാരണം അതിലൂടെ ഒരു വനത്തിലൂടെയാണ് പോകേണ്ടത്. അപ്പോൾ അവിടെ മറഞ്ഞിരുന്നിട്ട് കള്ളൻ ചാടി പിടിച്ചു അയാളെ. അയാൾ പേടിച്ച് നിലവിളിച്ചിരം ചോദിച്ചു, ഞാനിനൊന്നും ചെയ്യില്ല, എനിക്കൊരു കാര്യം മാത്രം പറഞ്ഞു തന്നാൽ മതി. എന്താണ്? ആ ഉണ്ണിക്കണ്ണനുണ്ടല്ലോ, നീ നേരത്തെ പറഞ്ഞ അവൻ എവിടെയാണുള്ളത്? ഇയാൾക്ക് ആകെ അത്ഭുതമായിപ്പോയി. ഭഗവാൻ, ഇത് മെൻ്റലാണോ ഇയാൾക്ക്? ഞാൻ വിചാരിച്ചു കള്ളനാണെന്ന് വിചാരിച്ചു. ഇത് മെൻ്റൽ പേഷ്യൻ്റ് ആണെന്ന് ഇപ്പം മനസ്സിലായത്. അപ്പോഴല്ല, അയാൾ പറയുന്നറിയോ, നിങ്ങൾ ആ ഉണ്ണിക്കണ്ണനെ കുറിച്ച് പറയുന്നത് ഞാൻ കൃത്യമായി കേട്ടിട്ടുണ്ട്, എനിക്ക് ആ കണ്ണനെ കുറിച്ച് അറിയണം. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ പുരാണത്തിലൊരു കഥ പറഞ്ഞാണ്. നീ കഥയൊന്നും നീ ആൾക്കാരുടെ മുമ്പ് നല്ല പറഞ്ഞു, നീ ഇല്ല സാരി സത്യം പറഞ്ഞ്. എന്നിട്ട് നിങ്ങൾ പറയുകയും ചെയ്തു ആ കണ്ണനെ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? കാര്യം ഇല്ലാത്ത കഥയാണെങ്കിൽ നിങ്ങളെങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുക? ഇല്ലാത്ത ഒരു വ്യക്തിയോട് പ്രാർത്ഥിക്കാൻ പറയുമോ? അധികം സംസാരിക്കേണ്ട, കുത്തി കുടലെടുക്കും, നീ പെട്ടെന്ന് കാര്യം പറയാമെന്ന് പറഞ്ഞു. അവസാനം അദ്ദേഹം പേടിച്ചിട്ട് പറഞ്ഞു, അയാളുണ്ട്, അയാൾ ആ കാട്ടിലാണ് ഉള്ളത്, കാട്ടിൽ വനത്തിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ വിളിച്ചു കഴിഞ്ഞാൽ കാണും, കണ്ണൻ എന്താ പേര് എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. അപ്പോൾ എപ്പോഴാണ് പോകേണ്ടത്? നമ്മൾ എല്ലാ പകൽ സമയത്ത് എപ്പം പോയാലും അവിടെ ഉണ്ടാകും എന്നും പറഞ്ഞു. ഈ പ്രഭാഷകൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പിറ്റേന്ന് നേരം പുലരുന്നതിന് മുമ്പ് തന്നെ ഇയാൾ വനത്തിനുള്ളിലെത്തിയിട്ട് വിളിക്കുകയാണ്, കണ്ണാ. ഇല്ല. കുറേ തവണ വിളിച്ചു, കണ്ണാ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നേ നിൽക്കുക, അല്ല ഞാൻ അങ്ങോട്ട് വന്ന് നിന്നെ ശരിയാക്കിക്കളയും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഇയാൾ വീരവാദം പറയാൻ തുടങ്ങി. വരുന്നേ കാണുന്നില്ല. വീണ്ടും വിളിച്ചു, എൻ്റെ സ്വഭാവം മാറണ്ട, വരുന്നയോ നല്ലത്, എവിടെയുള്ളത് സത്യം പറഞ്ഞോളൂ എന്നൊക്കെ പറയുമ്പോഴതാ ഒരു ശരങ്കയുടെ ഒരു കിലക്കം, ആ കാൽത്തളയുടെ ഒരു കിലക്കം, അരയിലെ മണിയുടെ കിലക്കം. അപ്പം പ്രഭാഷകൻ പറഞ്ഞത് ഓർത്തു. കാരണം ആ കണ്ണൻ വരുന്ന അവസരത്തിൽ എന്തുണ്ട്, ആ അരയിലേക്ക് ഇങ്ങനെ ആടുന്ന ആ ശബ്ദമുണ്ടാകും, കാൽത്തളയിൽ നിന്ന് ശബ്ദമുണ്ടാകും. ആ ശബ്ദം കേൾക്കുന്നുണ്ട്, അതാ വരുന്നു. അപ്പോൾ നിനക്ക് എന്നെ പേടിയുണ്ടല്ലേ? പെട്ടെന്ന് വാ, അടുത്തേക്ക് വരൂ, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല, പെട്ടെന്ന് ഇങ്ങ് വാ എന്ന് വിളിച്ചു. അപ്പോഴതാ സാക്ഷാൽ ഉണ്ണിക്കണ്ണൻ മുമ്പിലെത്തുന്നു. ആ ഉണ്ണിക്കണ്ണൻ മുന്നിലെത്തിയപ്പോൾ ആ ഉണ്ണിക്കണ്ണൻ്റെ കോമള രൂപം കണ്ടപ്പോൾ ഈ കണ്ണൻ്റെ മനസ്സെന്തോ ആയിപ്പോയി എന്നാണ് പറയുന്നത്. കാരണം ആ കണ്ണൻ്റെ സ്വർണ്ണാഭരണങ്ങൾ അപഹരിക്കുവാൻ വേണ്ടി വന്ന കള്ളന് ആ കണ്ണൻ്റെ കോമള രൂപം കണ്ടപ്പോൾ അയ്യോ ഇത് എന്താണ്, ഞാൻ എവിടെയാണ് എന്നുള്ള ബോധം പോലുമില്ലാതെയായി. ആ ഉണ്ണിക്കണ്ണനെ വാരിയെടുത്തു, ഇങ്ങനെ കെട്ടി നെഞ്ചോട് ചേർത്ത് പിടിച്ചു. എന്നിട്ട് ഏതോ ആനന്ദ നിർവൃതിയിൽ ഇങ്ങനെ ലയിച്ചിരുന്നു പോയി എന്ന് പറയുന്നു. അപ്പോൾ കണ്ണൻ ഈ പുല്ലാങ്കുഴലും ആഭരണങ്ങളും അഴിച്ച് കള്ളൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ കള്ളൻ അതൊന്നും വാങ്ങുന്നില്ല. കണ്ണൻ ഏതോ ഒരു നിർവൃതിയിൽ അങ്ങ് ലയിച്ചു. അതൊക്കെ തിരിച്ചു കൊടുത്തുണ്ട് അദ്ദേഹം. ആ ക്രൂരനായ കള്ളൻ ആനന്ദ നിർവൃതിയിൽ കണ്ണൻ്റെ പേരും ചൊല്ലിക്കൊണ്ട് കണ്ണാ 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 എന്നുള്ള പേരും ചൊല്ലിക്കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ നടക്കുമ്പോഴാണ് ഈ ആദ്യം പറഞ്ഞ പ്രഭാഷകൻ്റെ മുമ്പിലെത്തുന്നത്. പ്രഭാഷകൻ എന്ത് ചെയ്തു? ഇദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ എവിടെയോ മറഞ്ഞിരിക്കാനോ എവിടെയോ ചുറ്റും നോക്കി. കാരണം എന്താ, കണ്ണനെ ഞാൻ പറഞ്ഞത് കളവാണല്ലോ, അദ്ദേഹം തെറ്റിദ്ധരിച്ചിട്ട് ഇപ്പം എന്നെ കൊല്ലാനാണ് വരുന്നതെന്ന് ധരിച്ചുപോയി. അപ്പോഴാണ് ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ കണ്ണൻ്റെ ലീലകൾ ഇങ്ങനെ ആലപിച്ചു കൊണ്ടുവരുന്നത്. ഈ പ്രഭാഷകനെ കണ്ടപ്പോൾ ആ പ്രഭാഷകനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളാണ് എനിക്ക് നേർവഴി കാട്ടിത്തന്നത്, യഥാർത്ഥത്തിൽ കണ്ണനെ കാണിച്ചു തന്നത്. പ്രഭാഷകന് സംശയം, ഇയാൾക്ക് മാനസികമായോ, എന്താ പറ്റിയത്?
അപ്പോൾ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞിടത്ത് ഞാൻ പോയി, അവിടെ കണ്ണനെ കണ്ടു. ആ കണ്ണനെ കണ്ടപ്പോൾ ഞാൻ സ്വർണ്ണങ്ങളും അരികളും ഒന്നും എനിക്ക് വേണ്ട, എനിക്ക് ആ കണ്ണൻ്റെ ആയതിൽ ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞു. പ്രഭാഷകൻ ആകെ അത്ഭുതപ്പെട്ടു പോയി എന്നർത്ഥം. ഇവിടെ ഇത് പറയാൻ കാരണം എന്തറിയോ? പ്രഭാഷകന്മാരായാലും അല്ലെങ്കിൽ കൂടുതൽ വിവരവും അറിവും ഉള്ള ആൾക്കാരെന്ന് നാട്യം നടിക്കുന്ന ആൾക്കാർക്കും ഒക്കെ തന്നെ ഈ പുരാണത്തിലൊക്കെ പറയുന്ന കണ്ണൻ സത്യമാണോ എന്നുള്ള സംശയമുണ്ട്. എല്ലാവരോടും നാമം ജപിക്കാൻ പറയും, പക്ഷേ അയാൾ നാമം ജപിക്കില്ല. എല്ലാവരോടും പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ അയാൾ ഒരു ആത്മാർത്ഥതയോടുള്ള പ്രാർത്ഥനയല്ല, ശരിക്കും മനസ്സിൽ തട്ടിയുള്ള പ്രാർത്ഥന. അവിടെ അദ്ദേഹം, ആ കള്ളനായ വ്യക്തി 100% ഇവിടെ കണ്ണനുണ്ട് എന്ന് ഉറച്ച ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ പ്രഭാഷകൻ ഭാഗവതത്തിലെ കഥയാണ് പറഞ്ഞു കൊടുത്തത്. അദ്ദേഹത്തിന് പോലും ഉറപ്പില്ല. അത് പണ്ട് നടന്നൊരു കഥ അദ്ദേഹം വിവരിച്ചു കൊടുക്കുന്നു. പക്ഷേ ഏറ്റവും വിശ്വാസം വേണ്ടത് ആർക്കാ? ആ പ്രഭാഷകനായിരുന്നു. അതേപോലെ തന്നെ അവിടുത്തെ മറ്റുള്ള ഒരുപടി ആൾക്കാരുണ്ട്, അവർക്ക് ആർക്കും തന്നെ അതിലൊരു ഇതുണ്ടായിട്ടില്ല, വിശ്വാസ യോഗ്യത ഉണ്ടായിട്ടില്ല. കഥ കേൾക്കുന്ന പോലെ ഭാവത്തിലിരുന്നു. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഗുരുവായൂരിലുള്ള മഹാത്മ്യം നമ്മൾ നോക്കാം. നിരവധി ആൾക്കാർക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പറ്റിയിട്ടുണ്ട്. അവിടെ മാത്രമല്ല, അമ്പലപ്പുഴയിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, നിരവധി സ്ഥലങ്ങളിൽ മനമറിഞ്ഞു വിളിക്കുമ്പോൾ അവിടെ ഭഗവാൻ എത്തുന്നുണ്ട്. നിരവധി ആൾക്കാർക്ക് അതിൻ്റെ അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. ഈ പ്രഭാഷണത്തിൻ്റെ തൊട്ട് താഴെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇതുപോലെ ദൈവാനുഗ്രഹം ആ നേരിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും, ഒരുവിധം ഭക്തന്മാരായ ആൾക്കാർ അവൻ്റെ ഉള്ളിലുള്ള യഥാർത്ഥ ഭക്തിയോടുകൂടി ആ ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ ആ ഭഗവാൻ അവിടെ എത്തിയിരിക്കും. എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ പറയുമ്പോൾ പല ആൾക്കാർക്ക് തമാശയായി തോന്നും. തമാശയല്ല. എൻ്റെ നാട്ടിൽ, ഞാൻ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ പുളിമ്പറമ്പിലാണ്. പുളിമ്പറമ്പിലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഇപ്പോഴൊന്നുമല്ല, എത്രയോ വർഷങ്ങൾക്ക് മുന്നേ, എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 25 കൊല്ലം മുന്നേ, 25 വർഷം മുന്നേ ഒരവസരത്തിൽ ഞാൻ വീണുപോയി. വീഴുന്ന അവസരത്തിൽ ഈ നാവ് ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയി. നാവില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ഒന്നിച്ച് 3-4 ആൾക്കാരുണ്ട്. നമ്മളിങ്ങനെ ഒരു സ്പോർട്സിൻ്റെ ഇടയിലാണ് വീണുപോയത്. അപ്പോൾ നാവ് ഉള്ളിലേക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ഞാൻ കൈകൊണ്ട് ആക്ഷൻ നല്ല ആക്കുന്നുണ്ട്, പക്ഷേ ആർക്കും അത് മനസ്സിലാകുന്നില്ല. അവരൊക്കെ തമാശയാണെന്ന് വിചാരിച്ചു. ഞാൻ വീഴുമ്പോൾ തന്നെ അവർ ചിരിച്ചിരുന്നു. ആരായാലും വീഴുന്ന കണ്ട് ഞാൻ ചിരിക്കും. അപ്പോൾ പിന്നെ ഇങ്ങോട്ട് ഇതായ സമയത്ത് ഇതിലെ ആക്ഷൻ വെറുതെ തമാശയാണെന്ന് വിചാരിച്ചു. പക്ഷേ അതിങ്ങനെ ഉള്ളിലേക്ക് കയറ്റി എനിക്ക് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ. ആ അവസരത്തിൽ ഞാൻ മറ്റൊന്നും ചിന്തിച്ചില്ല. എപ്പോഴാണ്? ഒരു 25-28 കൊല്ലം മുന്നെയാണ്. ആ അവസരത്തിൽ ഞാൻ ചെയ്തിരുന്നു. ശരി 30 കൊല്ലം ഏകദേശമായിട്ടുണ്ടാവും. ആ ഭഗവാന്റെ പുളിമ്പറമ്പ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലുള്ള ആ ശ്രീകോവിലിൻ്റെ അകത്തുള്ള ആ വേണുഗോപാലൻ്റെ രൂപം എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നു. അന്ന് എനിക്ക് കൃഷ്ണനോട് അമിതമായ സ്നേഹമായിരുന്നു. ആ രൂപം മനസ്സിലേക്ക് ഇങ്ങനെ, ആ പ്രതിഷ്ഠയുടെ രൂപം മനസ്സിലേക്ക് ഇങ്ങനെ ഭഗവാനേ എന്നൊരു വിളി എൻ്റെ മനസ്സിൽ നിന്നു. ഉടനെ നാവ് വലിച്ച് പുറത്തിട്ടതുപോലെ നാവ് പുറത്തേക്ക്. ഞാൻ കളവ് പറയുന്നല്ല, എൻ്റെ അനുഭവം പറയും. ഇതുപോലെ നിരവധി അനുഭവം നിങ്ങൾക്ക് ഓരോ ആൾക്കാർക്കും ഉണ്ടാകും. മറ്റുള്ളവർ അന്ധവിശ്വാസം എന്ന് പറയട്ടെ, അതൊന്നും നമ്മൾക്ക് നോക്കണ്ട. നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ ശക്തി. അപ്പോൾ ഇത്തരത്തിൽ കൃത്യമായ ഭക്തിയോടുകൂടി വേണം നമ്മളത് ചെയ്യാൻ വേണ്ടി, വിശ്വാസത്തോടു കൂടി ചെയ്യണം. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞിടത്തേക്ക് നമ്മൾ വീണ്ടും എത്തുകയാണ്. എന്താണ്? ഇവിടെ ദുഃഖമുണ്ടെങ്കിൽ ഇതൊക്കെ ശാശ്വതമല്ല, ഇതൊക്കെ താൽക്കാലികം മാത്രമാണ് എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ടാവണം. താൽക്കാലിക ഭക്തിയാണ്, താൽക്കാലികമായിട്ടുള്ള ഒരു ദുഃഖം മാത്രമാണ്, ഇത് ശാശ്വതമല്ല. ഏത് ദുഃഖമെടുത്താലും. അപ്പോൾ ആ ദുഃഖത്തിൽ നമ്മൾ ലയിക്കേണ്ട ആവശ്യമില്ല. ഒരാൾ മരിച്ചു, ശരി, മരിച്ചു, തീർന്നു. കാരണം 2 ആഴ്ച കഴിഞ്ഞാൽ ഞാൻ ഇതിൽ ദുഃഖിക്കാതെ ഞാൻ ജോലിക്ക് പറ്റാതെല്ലാം പോകും. പിന്നെ ഇപ്പോൾ ഞാൻ ഒരു ഇത് മരിച്ചതിന് വലിയ ഞാൻ എന്തിനാണ് ദുഃഖിക്കുന്നത്? ഈ മരിച്ച ആൾക്കാർ എപ്പോഴും എൻ്റെ ഒപ്പം ഉണ്ടാവുമോ? ഉണ്ടാകില്ല. പിന്നെ ഒരു ഭാഗ്യമുണ്ട്, ഇത്രയും കാലം എൻ്റെ ഒപ്പം ഉണ്ടായല്ലോ, അതിൻ്റെ ഒരു സമാധാനമാണ്. ഇത്രയും കാലം ഭഗവാൻ എനിക്ക് കൂട്ടായി തന്നിട്ടില്ലേ, അതെത്ര ഭാഗ്യമാണ്. ചില ആൾക്കാർ, ഒരു മകനുണ്ട്, ജനിച്ചു എന്നിരിക്കട്ടെ, ആ ജനിച്ച കുട്ടി ജനിച്ച ഉടനെ മരിച്ചു പോയിട്ടുണ്ടാകാം. അപ്പോൾ അവർക്ക് ആ 1 വർഷം അല്ലെങ്കിൽ 1 മാസമായിരിക്കും അവർക്ക് ആ കുട്ടിയെ ഒന്നിച്ച് കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ എൻ്റെ മകനെ എനിക്ക് 15 വർഷം കിട്ടി, 10 വർഷം കിട്ടി, 8 മാസം കിട്ടി, അതിൽ ഞാൻ ഭാഗ്യവാനാണല്ലോ എന്ന് നമ്മൾ ചിന്തിക്കണം. ആ ദുഃഖമല്ല വേണ്ടത്. അത്രയെങ്കിലും ഭഗവാൻ എനിക്ക് തന്നില്ലേ? മാർക്കാണ്ഡേയനെ പോലെ ബുദ്ധിമാനായിട്ടുള്ള അല്ല കഴിവുള്ള നല്ല മക്കളെ നമുക്ക് തന്നില്ലേ? വൈകല്യമില്ലാത്ത മക്കളെ തന്നില്ലേ? കുറച്ച് കാലമായാലും അവൻ എനിക്ക് കൂട്ടായി നിന്നില്ലേ? ആ സന്തോഷം മതി എനിക്ക് എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഒരാളുടെ മരണത്തിലോ ഒരു സ്വത്ത് നഷ്ടപ്പെടുന്നതിലോ ഒരു മക്കൾ ഒളിച്ചോടി പോകുന്നതിലോ നമ്മളൊരിക്കലും അമിതമായി ദുഃഖിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? ഇതൊന്നും ശാശ്വതമല്ല.
എത്ര വലിയ ദുഃഖവും നിശ്ചിത ദിവസം കഴിഞ്ഞാൽ ഇല്ലാതെയാകും. അപ്പോൾ ആ ദുഃഖത്തിൽ ദുഃഖിക്കാതിരിക്കുകയും സുഖത്തിൽ നമ്മൾ അടിപ്പെട്ടു പോകാതിരിക്കുകയും സുഖത്തിൽ മതിമറന്നു പോകാതിരിക്കുകയും ഇതൊന്നും താൽക്കാലികമാണെന്ന് ചിന്തിച്ച് അതിൻ്റെ പുറകെ പോകാതിരിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് എന്താ പറയണ്ടല്ലോ, അങ്ങനെയുള്ള ആൾക്കാരെയാണ് ധീരന്മാരെന്ന് പറയുന്നത്. അല്ലാതെ ഒരുത്തനെന്ന് പറയുമ്പോൾ 4 അങ്ങോട്ട് പറ്റാൻ അവരെ കഴുത്തിൽ കുത്തി പിടിക്കുന്നവനല്ല ധീരൻ. നമ്മളെ മാനസികമായിട്ട് നമ്മുടെ ദുർബലതയെ നമ്മൾക്ക് നേരിടാൻ പറ്റുന്നുണ്ടോ, അവിടെയാണ് നമ്മൾ ധീരന്മാരാകുന്നത്. അപ്പോൾ ഇങ്ങനെ ധീരന്മാരായ ആൾക്കാർക്ക് എന്താണ്, അവരൊരിക്കലും ദോഷം ആർക്കും ചെയ്യുകയും ചെയ്യില്ല. കാരണം ഇതൊന്നും ദോഷം ചെയ്തിട്ട് ആർക്കൊന്നും നേടിയെടുക്കാനില്ല. അങ്ങനെയുള്ള ആൾക്കാരെന്താവും, അവർ അമൃതിന് തുല്യമായി അല്ലെങ്കിൽ അമൃത് കുടിച്ചവരെ പോലെ ആയിത്തീരും. കാരണം അവരെന്നും ശാശ്വതമായിട്ട് അവരുടെ മനസ്സ് ദൃഢമായിരിക്കും. അവർക്കൊരു തരത്തിലുള്ള ദുഃഖമോ ദുരിതങ്ങളോ കഷ്ടപ്പാടുകളോ അവരെയൊന്നും ബാധിക്കാത്തത് കൊണ്ട് തന്നെ അവർ അമൃത് കഴിച്ചവരെ പോലെ ആയിത്തീരും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളെന്ത് വേണം, അത്തരത്തിലാകാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ആവാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ധന്യമായി, അടുത്ത ജന്മം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായ ജന്മമായി തീരും. അപ്പോൾ ദുഃഖത്തിലോ സുഖത്തിലോ അല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതൊക്കെ ശാശ്വതമല്ല എന്ന ചിന്ത നമുക്ക് വേണം. ഇത് നമ്മൾ മാത്രം അറിഞ്ഞുകൊണ്ട് കാര്യമില്ല, നമ്മുടെ വരും തലമുറയിലുള്ള കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കണം. ഈ വീഡിയോ നിങ്ങൾ മാത്രമല്ല മറ്റുള്ളവർക്കും കേൾക്കാൻ വേണ്ടിയിട്ട് സൗകര്യം ചെയ്തു കൊടുക്കുക, നിരവധി ആൾക്കാർക്ക് അയച്ചു കൊടുക്കുക. നിങ്ങൾക്കുണ്ടായ ധന്യമായ ഭഗവാന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏതായാലും ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.